എ കില്ലർ പാരഡോക്സ്. റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത ഒരു സീരീസാണ് കില്ലർ പാരഡോക്സ് എന്ന് പറയുന്നത്. 2010 ഇറങ്ങിയ ഒരു ലൈൻ വെബ്ടൂണിൽ നിന്നും ആണ് ഈ സ്റ്റോറി എടുത്തിരിക്കുന്നത്. 14 വർഷം കഴിഞ്ഞിട്ടും ഈ വെബ്ടൂൺ വായിക്കാൻ ആൾക്കാരുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു സീരീസ് അഡോപ്റ്റ് ചെയ്യാൻ കാരണം. ബിക്കോസ് ഇറ്റ് ഹാസ് സച്ച് ആൻ ഇൻട്രസ്റ്റിംഗ് വൈബ് എന്ന് പറയാം. നിങ്ങൾക്ക് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് സീരിയൽ കില്ലർ ടൈപ്പ് ഐറ്റം ഇഷ്ടമാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. സീരീസിൽ ഇതിൻ്റെ സ്റ്റോറി പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ എങ്ങനെ ഒരു സീരിയൽ കില്ലറായി മാറി എന്ന കഥയാണ് ഇത് പറയുന്നത്. അതുപോലെ ആൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത കുറേ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റും അതുപോലെ ഏബിലിറ്റീസും ഉണ്ടെന്ന് പിന്നീട് മനസ്സിലാകുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ MC ഒരു കില്ലറൊന്നുമല്ല. പിന്നീടാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു വേറെ രീതിയിലേക്ക് ഒരു ക്യാരക്ടറായിട്ട് ഗ്രോത്ത് വരുന്നത്. സോ ഇതൊരു റിയലിസ്റ്റിക് ഷോ പോലെയാണ്. സ്ലോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫസ്റ്റ് 3 എപ്പിസോഡ് ഒരു സെയിം വേയിൽ പോയിട്ട് 4th എപ്പിസോഡ് മുതൽ ഒരു ടോൺ ചേഞ്ച് ആവും, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ കില്ലറായ മെയിൻ ക്യാരക്ടറിനെ പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരു പോലീസുകാരൻ. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്ന മെയിൻ ക്യാരക്ടറും ബട്ട് ഇവിടെ നടക്കുന്ന കുറേ രസകരമായിട്ടും അതുപോലെ ഇൻവെസ്റ്റിഗേഷനും ത്രില്ലറായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എങ്ങനെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഈ ഒരു പോലീസുകാരനിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നോ ക്രിഞ്ച് സീൻസ് ഒന്നുമില്ല. പിന്നെ ഇതൊരു 18+ ഷോ ആണ്. സോ മെച്യൂർഡ് കണ്ടൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ എന്തായാലും നിങ്ങൾ നോക്കിയ കണ്ടൊക്കെ കാണുക. ഈ വോൾ ഷോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് യാതൊരു വിധത്തിലുള്ള ഒരു ക്രിഞ്ച് ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഉണ്ട്, എൻഗേജിങ് ആണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം ഈ കില്ലർ പാരഡോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസ്.